Hello dear children, welcome back to English class. Today we are going to study a new chapter. The title of the story is The Ashes That Made Trees Bloom. The Ashes That Made Trees Bloom. Now let's read the chapter. The Ashes That Made Trees Bloom. Ashes means എന്ന് പറഞ്ഞാൽ എന്താണ്? ചാരം അല്ലേ. ബ്ലൂം എന്ന് പറഞ്ഞാൽ പൂക്കളുണ്ടാവുക. അപ്പോൾ ഈ ചാരം കൊണ്ട് ഒരു മരത്തിൽ പൂക്കൾ വന്നു എന്നാണ് ഈ തലക്കെട്ട് പറയുന്നത്. നൗ വി ക്യാൻ റീഡ് ദ ചാപ്റ്റർ. ഫസ്റ്റ് സെക്ഷൻ. In the good old days of daimyos, there lived an old couple whose only pet was a little dog. Having no children, they loved it as though it were a baby. അപ്പോൾ ഒരിക്കൽ ഡാമിയോസ് എന്ന് പറഞ്ഞാൽ ലാൻഡ് ലോണേഴ്സ് എന്നാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു ജാപ്പനീസ് സ്റ്റോറിയാണ്. അപ്പോൾ ഇവിടെ ജപ്പാനിലൊക്കെയുള്ള വെൽത്തി ലാൻഡ് ലോണേഴ്സ്, നല്ല പണക്കാരായിട്ടുള്ള ഭൂ ഉടമകൾ, അവരെ പറയുന്ന പേരാണെന്ത്? ഡൈമിയോസ്. ഓക്കെ. അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഒരു വളരെ വയസ്സായിട്ടുള്ള ഒരു ഭാര്യയും ഭർത്താവും താമസിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ആകെ ഒരു പെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ചെറിയൊരു നായയായിരുന്നു. അവർക്ക് വേറെ ആരും ഉണ്ടായിരുന്നില്ല. അവർക്കൊരു പെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹാവിങ് നോ ചിൽഡ്രൻ, ദേ ലവ്ഡ് ഇറ്റ് ആസ് ദോ ഇറ്റ് വേർ എ ബേബി. അപ്പോൾ അവർക്ക് കുട്ടികളൊന്നും ഇല്ലാത്തതിനാൽ അവരതൊരു കുട്ടിയെ പോലെയാണ് ആ പട്ടിയെ അവർ നോക്കിയിട്ടുണ്ടായിരുന്നത്. ദി ഓൾഡ് ഡെയിം മെയ്ഡ് ഇറ്റ് എ കുഷ്യൻ ഓഫ് ബ്ലൂ ക്രേപ്പ്. അപ്പോൾ ഈ ഡെയിം എന്ന് പറഞ്ഞാൽ ഫീമെയിൽ, സ്ത്രീ എന്നുള്ള അർത്ഥമാണ് ഡെയിം എന്ന വാക്കിന്. ഓക്കെ. അപ്പോൾ ഈ വയസ്സായ ഈ സ്ത്രീ ഈ പട്ടിക്ക് ഒരു കുഷ്യൻ ഉണ്ടാക്കി കൊടുത്തു. ക്രേപ്പ് എന്ന് പറഞ്ഞാൽ ഫാബ്രിക്, അതൊരു തരം ക്ലോത്ത്, ഒരു ക്ലോത്ത് ടൈപ്പാണ് ക്രേപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പം നീല കളറുള്ള ഈ ക്ലോത്ത് വെച്ചിട്ട് ഒരു കുഷ്യൻ ഈ നായയ്ക്ക് ഉണ്ടാക്കി കൊടുത്തു. And at meal time, Muko, for that was its name, would sit on it as snug as any cat. അപ്പോൾ ഭക്ഷണ സമയമാകുമ്പോൾ ഈ മ്യൂക്കോ എന്നാണ് ഈ നായയുടെ പേര്. ഈ നായ വളരെ സ്നഗ് എന്ന് പറഞ്ഞാൽ കംഫർട്ടബിൾ, വളരെ കംഫർട്ടബിൾ, ഒരു പൂച്ചയൊക്കെ ഇരിക്കുന്നത് പോലെ വളരെ കംഫർട്ടബിളായിട്ട് ആ കുഷ്യൻ്റെ മുകളിൽ ഇരിക്കും. The kind people fed the pet with tidbits of fish from their own chopsticks and all the boiled rice it wanted. അപ്പോൾ ഈ ആൾക്കാർ ഇവരെന്താ ചെയ്യുക? ഈ ഭാര്യയും ഭർത്താവും ഈ നായ്ക്ക് എന്താ കൊടുത്തുന്നത്? ടിഡ് ഓഫ് ഫിഷ്. ടിഡ് എന്ന് പറഞ്ഞാൽ സ്മോൾ പീസസ്. അപ്പോൾ ഫിഷിൻ്റെ സ്മോൾ പീസസ് കൊടുക്കും. എങ്ങനെയാണ് കൊടുക്കുക? ഫ്രം ദെയർ ഓൺ ചോപ്സ്റ്റിക്ക്. ചോപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ നാരോ സ്റ്റിക്ക്. അതായത് ഈ ജപ്പാനിലൊക്കെ ഇവർ ഭക്ഷണം കഴിക്കുമ്പോൾ ചെറിയ മെലിഞ്ഞ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് കഴിക്കുക. അപ്പോൾ ഈ ഭാര്യയും ഭർത്താവും എന്താ ചെയ്യുക? അവർ ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ തന്നെ ചോപ്പ് സ്റ്റിക്ക് വെച്ചിട്ട് ആണ് ഈ നായ്ക്ക് അവർ ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓൾ ദ ബോയിൽഡ് റൈസ് ഇറ്റ് വാണ്ടഡ്. അതിന് വേണ്ടത്ര ചോറും കൊടുക്കുമായിരുന്നു. ദസ് ട്രീറ്റഡ് ദ ഡം ക്രീച്ചർ ലവ്ഡ് ഇറ്റ്സ് പ്രൊട്ടക്ടേഴ്സ് ലൈക്ക് എ ബീയിങ് വിത്ത് എ സോൾ. അപ്പോൾ ഇങ്ങനെ ട്രീറ്റ് ചെയ്തപ്പോൾ ഈ ഡംബ് എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ കഴിയാത്ത, കനോട്ട്, അനേബിൾ ടു സ്പീക്ക്, അതായത് നമ്മൾ മൂകൻ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ സംസാരിക്കാൻ കഴിയാത്ത ഈ ക്രീച്ചർ അവൻ്റെ പ്രൊട്ടക്റ്റേഴ്സിനെ, അതായത് ഈ ഓൾഡ് കപ്പിളിനെ അവൻ നന്നായിട്ട് എന്ത് ചെയ്തു? സ്നേഹിച്ചു. അതായത് എ ബീയിങ് വിത്ത് എ സോൾ എന്ന് പറഞ്ഞാൽ എ ഹ്യൂമൻ ചൈൽഡ്, ഒരു കുട്ടിയെപ്പോലെയാണ് അവൻ അവരെയും സ്നേഹിച്ചിട്ടുണ്ടായിരുന്നത്. The old man, being a rice farmer, went daily with a hoe or spade into the fields, working hard from morning until Otendo-sama, as the sun is called, had gone down behind the hills. അപ്പോൾ ഈ ഓൾഡ് മാൻ ഒരു റൈസ് ഫാമറായിരുന്നു, ഒരു നെൽകൃഷിയൊക്കെ ചെയ്തിരുന്നൊരു ഫാർമറായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും അവർ മഴവും കൈക്കോട്ടൊക്കെ എടുത്തിട്ട് പാടത്തിലേക്ക് പോകും. എന്നിട്ട് അവിടെ രാവിലെ മുതൽ വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നത് വരെ അവർ സണ്ണിനെ അവരെങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്?
ഓ ടെൻഡോ സാമ എന്നായിരുന്നു അവർ സൂര്യനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ രാവിലെ ഫ്രം മോർണിംഗ് അൻറ്റിൽ ഓ ടെൻഡോ സാമ ഹാഡ് ഗോൺ ഡൗൺ ബിഹൈൻഡ് ദ ഹിൽസ്. അപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നത് വരെ അവിടെ അയാൾ പണിയെടുക്കും. എവറി ഡേ ദ ഡോഗ് ഫോളോഡ് ഹിം ടു വർക്ക്. അപ്പം എല്ലാ ദിവസവും ഈ ഡോഗ് ഈ ഓൾഡ് മാനിനെ ഫോളോ ചെയ്യും, ജോലിക്ക് പോകുമ്പോൾ കൂടെ ചെല്ലും. നെവർ വൺസ് ഹാർമിങ് ദ വൈറ്റ് ഹെറോൺ ദാറ്റ് വാക്ഡ് ഇൻ ടു ദ ഫുഡ് സ്റ്റെപ്സ് ഓഫ് ദ ഓൾഡ് മാൻ ടു പിക്കപ്പ് ദ വേംസ്. അപ്പോൾ ഈ പാടത്തൊക്കെ ഹെറോൺ എന്ന് പറഞ്ഞാൽ കൊക്ക്. ഈ പാടത്തൊക്കെ കൊക്കുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, വെള്ള നിറത്തിലുള്ള കൊക്കുകളെ. അപ്പോൾ ഈ കൊക്കുകൾ എന്തിനാണ് വരുന്നത്? പാടത്തുള്ള വേംസിനെ, പുഴുക്കളെയൊക്കെ കഴിക്കാനാണ് കൊക്കുകൾ വരുന്നത്. അപ്പോൾ ഈ ഓൾഡ് മാൻ പാടത്ത് നിൽക്കുമ്പോൾ അയാളിങ്ങനെ കൈക്കോട്ട് കൊണ്ട് കൊത്തുമ്പോൾ അവിടെ വരുന്ന ആ വേംസിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഹെറോൺ, ഈ കൊക്കുകളുണ്ടാവും. പക്ഷേ ഈ കൊക്കുകളെ പോലും ഈ നായ ഒരിക്കലും ഒരു ഹാമും ചെയ്തിട്ടില്ല, ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല. For the old fellow was patient and kind to everything that had life, and often turned up sword on purpose to give food to the birds. അപ്പോൾ ഈ ഓൾഡ് മാനിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. അയാൾ വളരെ ദയാലുവായിരുന്നു. അപ്പോൾ അയാൾ ജീവനുള്ള എല്ലാത്തിനോടും അയാൾക്ക് ഭയങ്കര ദയായിരുന്നു. അപ്പോൾ ചില സമയത്ത് ടേൺഡ് അപ്പ് എന്ന് പറഞ്ഞാൽ ഡഗ് അപ്പ്, വീണ്ടും കുഴിക്കുമായിരുന്നു. അതായത് ഈ ബേർഡ്സിന് അവിടെയുള്ള കൊക്കുകൾക്ക് ഭക്ഷണം കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് ചില സമയത്ത് അയാൾ അവിടെ കുഴിച്ചു കൊടുക്കുമായിരുന്നു എന്ന്. One day the dog came running to him, putting his paws against his legs and motioning with his head to some spot behind. അപ്പോൾ ഒരു ദിവസം ഈ നായ അയാളുടെ അടുത്ത് ഓടി വന്നു. എന്നിട്ട് അതിൻ്റെ കാലുകൾ മുന്നോട്ട് ഇങ്ങനെ വെച്ചിട്ട്, അയാളുടെ കാലിൻ്റെ അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ തല ബാക്കിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു. The old man at first thought his pet was only playing and did not mind it. അപ്പോൾ ഈ ഓൾഡ് മാൻ ആദ്യം വിചാരിച്ചെന്താ, ഈ നായ എന്തോ കളിക്കുകയെന്ന് വിചാരിച്ചിട്ട് അതിനെ കാര്യമാക്കിയില്ല, മൈൻഡ് ചെയ്തില്ല. ബട്ട് ദ ഡോഗ് കെപ്റ്റ് ഓൺ വൈനിങ് ആൻഡ് റണ്ണിങ് ടു ആൻഡ് ഫ്രോ ഫോർ സം മിനിറ്റ്സ്. പക്ഷേ ഈ നായ ഇങ്ങനെ തന്നെ കുറേ നേരത്തേക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. ടു ആൻഡ് ഫ്രോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. ദെൻ ദ ഓൾഡ് മാൻ ഫോളോഡ് ദ ഡോഗ് എ ഫ്യൂ യാർഡ്സ് ടു എ പ്ലേസ് വേർ ദ ആനിമൽ ബിഗാൻ എ ലൈവ്ലി സ്ക്രാച്ചിങ്. അപ്പോൾ ഈ ഓൾഡ് മാൻ ഈ നായയെ പിന്തുടർന്ന് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോഴേക്കും ഈ നായ അവിടെ എന്തായി മണ്ണിങ്ങനെ സ്ക്രാച്ച് ചെയ്യാൻ തുടങ്ങി, ഇങ്ങനെ കുഴിക്കാൻ തുടങ്ങി. തിങ്കിങ് ഇറ്റ് വാസ് പോസിബിളി എ ബറീഡ് ബോൺ ഓർ ബിറ്റ് ഓഫ് ഫിഷ്, ദ ഓൾഡ് മാൻ സ്ട്രക്ക് ഹിസ് ഹോ ഇൻ ദ എർത്ത്. അപ്പോൾ എന്താ ചെയ്ത ഈ ഓൾഡ് മാൻ വിചാരിച്ചു ഇത് ചിലപ്പോൾ ബറീഡ് ആയിട്ടുള്ള ബോണായിരിക്കും, അല്ലെങ്കിൽ ഒരു മീനിൻ്റെ കഷ്ണമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അയാൾ ഈ കൈക്കോട്ട് കൊണ്ട് ഒന്ന് കൊത്തി നോക്കി. ലോ എ പൈൽ ഓഫ് ഗോൾഡ് ഗ്ലീംഡ് ബിഫോർ ഹിം. പൈൽ എന്ന് പറഞ്ഞാൽ ഹീപ്പ്, പൈൽ ഓഫ് ഗോൾഡ്. നമ്മൾ കൂന എന്നൊക്കെ പറയില്ലേ, ഈ ഗോൾഡിൻ്റെ ഒരു കൂനയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഗ്ലീംഡ് മീൻസ് ഗ്ലിറ്റേർഡ്, തിളങ്ങി. അപ്പോൾ ഇയാൾ അവിടെ കൈക്കോട്ട് വെച്ച് കൊത്തി നോക്കിയപ്പോൾ അവിടെ എന്താ, ഒരു ഗോൾഡിൻ്റെ ഒരു കൂന, ഒരു ഹീപ്പ് അവിടെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട്. Thus, in an hour, the old couple were made rich. The good souls bought a piece of land, made a feast for their friends, and gave plentifully to their poor neighbors. അപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഈ വയസ്സായിട്ടുള്ള ഈ കപ്പിള് പെട്ടെന്ന് തന്നെ പണക്കാരായി. എന്നിട്ട് ദ ഗുഡ് സോൾസ്, അവർ വളരെ നല്ലവരായിരുന്നു ഞാൻ പറഞ്ഞില്ലേ, അവരെന്താ ചെയ്തേ, ദേ ബോട്ട് എ പീസ് ഓഫ് ലാൻഡ്, അവർ കുറച്ച് ഭൂമി വാങ്ങി. മെയ്ഡ് എ ഫീസ്റ്റ് ഫോർ ദെയർ ഫ്രണ്ട്സ്, അവരുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊരു വലിയ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ആൻഡ് ഗേവ് പ്ലെൻറ്റിഫുള്ളി ടു ദെയർ പുവർ നെയ്ബേഴ്സ്, അവരുടെ പാവപ്പെട്ടവരായിട്ടുള്ള അയൽവാസികൾക്കൊക്കെ അവർക്ക് വേണ്ടത്ര കൊടുത്തു. ആസ് ഫോർ ദ ഡോഗ്, ദേ പെറ്റഡ് ഹിം ടിൽ ദേ നിയർലി സ്മോതേർഡ് ഹിം വിത്ത് കൈൻഡ്നെസ്. അപ്പോൾ അവനെ വീണ്ടും വളരെയധികം സ്നേഹിക്കാൻ തുടങ്ങി. നൗ ഇൻ ദ സെയിം വില്ലേജ് ദർ ലിവ്ഡ് എ വിക്ഡ് ഓൾഡ് മാൻ ആൻഡ് ഹിസ് വൈഫ്. അപ്പോൾ ഇതേ വില്ലേജിൽ തന്നെ വിക്ഡ് എന്ന് പറഞ്ഞാൽ ഇവൾ, അതായത് വളരെ ദുഷ്ടരായിട്ടുള്ള ഒരു ഓൾഡ് മാനും വൈഫും ഇവരുടെ വില്ലേജിൽ തന്നെ ഉണ്ടായിരുന്നു.
നോട്ട് എ ബിറ്റ് സെൻസിറ്റീവ് ആൻഡ് കൈൻഡ്. അവരൊട്ടും കൈൻഡോ ദയോ ഒന്നും അടുത്തുകൂടെ പോലും പോവാത്ത 2 പേരായിരുന്നു അവർ. who had always kicked and scolded all dogs whenever any passed their house. അപ്പോൾ അവരുടെ വീടിൻ്റെ അടുത്തുകൂടെയൊക്കെ പോകുന്ന നായ്ക്കളെല്ലാം ചവിട്ടുകയും ചീത്ത പറയുകയൊക്കെ ചെയ്യുന്ന 2 പേരായിരുന്നു അവർ. Hearing of their neighbor's good luck, they coaxed the dog into their garden and set before him bits of fish and other dainties. അപ്പോൾ അവരെന്ത് ഈ നമ്മുടെ കൈൻഡായിട്ടുള്ള ഓൾഡ് കപ്പിളിൻ്റെ കഥ കേട്ടു. അപ്പോൾ അവർ വിചാരിച്ചു ഈ നായയെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം. അപ്പോൾ ഇത് കോക്സ്ഡ് എന്ന് പറഞ്ഞാൽ പെർസ്വേഡ്, അതായത് അതിനെങ്ങനെയെങ്കിലും അനുനയിപ്പിച്ച്, ആ നായയെ അനുനയിപ്പിച്ച് അവരുടെ ഗാർഡനിലേക്ക് അവർ കൊണ്ടുവന്നു. എങ്ങനെ കൊണ്ടുവന്നേ? അവൻ്റെ മുന്നിൽ കുറച്ച് ഫിഷും പിന്നെ ഡൈൻറ്റീസ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റിംഗ് ഗുഡ്, നല്ല ടേസ്റ്റുള്ള മറ്റ് ഭക്ഷണങ്ങളൊക്കെ അവിടെ വെച്ചു ആ നായയുടെ മുന്നിൽ. ഹോപ്പിംഗ് ഹി വുഡ് ഫൈൻഡ് ട്രഷർ ഫോർ ദം. അപ്പം അവരെന്താ വിചാരിച്ച്, ഞങ്ങൾക്ക് നിധി കണ്ടുപിടിച്ച് തരും ഈ നായ എന്ന് വിചാരിച്ച് അവൻ്റെ മുന്നിൽ ഈ ഭക്ഷണങ്ങളൊക്കെ നിരത്തി വെച്ചു. ബട്ട് ദ ഡോഗ് ബീങ് അഫ്രെയ്ഡ് ഓഫ് ദ ക്രൂവൽ പെയർ വുഡ് നെയ്തർ ഈറ്റ് നോർ മൂവ്. പക്ഷേ ഈ ദുഷ്ടരായിട്ടുള്ള പെയറിനെ കുറിച്ച് ഈ ഡോഗ് ഭയങ്കര പേടിയായിരുന്നു ഡോഗിന്. അപ്പം അതുകൊണ്ട് അതൊന്നും കഴിച്ചതുമില്ല, അവിടെ നിന്ന് അനങ്ങിയതുമല്ല. ദെൻ ദേ ഡ്രാഗ്ഡ് ഹിം ഔട്ട് ഓഫ് ഡോർസ് ടേക്കിംഗ് എ സ്പെയ്ഡ് ആൻഡ് ഹോ വിത്ത് ദം. അപ്പോൾ ഡ്രാഗ് എന്ന് പറഞ്ഞാൽ വലിച്ചഴിച്ച് കൊണ്ടുപോവുക. ഈ നായ അവർ വലിച്ചഴിച്ച് കൊണ്ടുപോയി പുറത്തേക്ക്. അവർ കൂടെ മഴും കൈക്കോട്ടും ഒക്കെ എടുത്തിട്ട് പുറത്തേക്ക് പോയി. നോ സൂണർ ഹാഡ് ദ ഡോഗ് ഗോട്ട് നിയർ എ പൈൻ ട്രീ ഗ്രോയിങ് in the garden then he began to I think it is then he began to paw and scratch the ground. അപ്പോൾ ഈ നായ പെട്ടെന്ന് തന്നെ ഒരു പൈൻ ട്രീയുടെ അടുത്ത് എത്തിയിട്ട് അവിടെ സ്ക്രാച്ച് ചെയ്യാൻ തുടങ്ങി. ആസ് ഇഫ് എ മൈറ്റി ട്രഷർ ലേ ബിനീത്ത്. അതിൻ്റെ താഴെ എന്തോ ഒരു ട്രഷർ ഉള്ളത് പോലെയായിരുന്നു അവൻ അവിടെ സ്ക്രാച്ച് ചെയ്തുകൊണ്ടിരുന്നത്. Quick wife, hand me the spade and hoe, cried the greedy old fool as he danced with joy. അപ്പോൾ ഈ വയസ്സായിട്ടുള്ള ഇയാൾ പറഞ്ഞു, അയാളുടെ ഭാര്യയോട് പറഞ്ഞതാണ്, പെട്ടെന്ന് തന്നെ എനിക്ക് ആ മഴവും കൈക്കോട്ടൊക്കെ താ. എന്നിട്ട് അയാൾ ഭയങ്കര ഗ്രീഡിയാണ്, ഭയങ്കര അഹങ്കാരത്തോടു കൂടി അയാളിങ്ങനെ ഡാൻസ് ചെയ്യാൻ തുടങ്ങി, ഭയങ്കര സന്തോഷത്തോടു കൂടി. വളരെ ഗ്രീഡി ആയിട്ടുള്ള, ഭയങ്കര അഹങ്കാരിയായിട്ടുള്ള ഒരു ഓൾഡ് ഫൂൾ എന്നാണ് പറഞ്ഞത്. അതായത് വയസ്സായ വിഡ്ഢിയാണ് ഇയാളെന്നാണ് പറയുന്നത്. Then the covetous old fellow with a spade and the old crone with a hoe began to dig. Covetous means greedy, വളരെ അഹങ്കാരിയായിട്ടുള്ള. ക്രോൺ എന്ന് പറഞ്ഞാൽ വൈഫ്, ഭാര്യ എന്നുള്ള അർത്ഥമാണ്, അല്ലെങ്കിൽ വുമൺ എന്നുള്ള മീനിങ് ആണ് ഇവിടെ. ഇവർ രണ്ടുപേരും അവിടെ കുഴിക്കാൻ തുടങ്ങി. ബട്ട് ദർ വാസ് നത്തിങ് ബട്ട് എ ഡെഡ് കിറ്റൺ. അപ്പം അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു ചത്ത ഒരു പൂച്ചക്കുട്ടിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. The smell of which made them drop their tools and shut their noses. അപ്പോൾ ഭയങ്കര ദുർഗന്ധമാണ് അവിടെ നിന്ന് വന്നത്. അപ്പോൾ അവരെന്താ ചെയ്തേ, അവരുടെ ആയുധങ്ങളൊക്കെ ടൂൾസൊക്കെ അവിടെ ഇട്ടിട്ട് അവർ മൂക്ക് പൊത്തി, കാരണം അത്രയ്ക്കും ദുർഗന്ധം അവിടെ നിന്ന് വന്നു. Furious at the dog, the old man kicked and beat him to death, and the old woman finished the work by nearly chopping off his head with a sharp hoe. അപ്പോൾ അവരെന്താ ചെയ്തേ, ഫ്യൂരിയസ് മീൻസ് എക്സ്ട്രീംലി ആംഗ്രി. അപ്പോൾ ഈ നായോട് ഭയങ്കര ദേഷ്യം വന്നിട്ട് ഭയങ്കര അഹങ്കാരിയായിട്ടുള്ള അഹങ്കാരിയല്ല അത്യാഗ്രഹിയായിട്ടുള്ള ഓൾഡ് മാൻ എന്താ ചെയ്തേ, ആ നായയെ ചവിട്ടി, എന്നിട്ട് അങ്ങനെ ഒരുപാട് അടിച്ചു. അപ്പോഴേക്കും ആ ഓൾഡ് വുമൺ തൻ്റെ കയ്യിലുള്ള കൈക്കോട്ട് ഉപയോഗിച്ചിട്ട് ആ നായയുടെ തല ചോപ്പ് ചെയ്തു പറഞ്ഞാൽ കട്ട് ചെയ്തു. ഓക്കെ. They then flung him into the hole and heaped the earth over his carcass. ഫ്ലങ് എന്ന് പറഞ്ഞാൽ എറിയ. ഒരു താഴെ ഒരു കുഴി ഉണ്ടാക്കിയില്ലേ, ആ കുഴിയിലേക്ക് അവൻ്റെ ബോഡി, കർക്കാസ് എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി എന്നാണ് അർത്ഥം. അപ്പോൾ ഡെഡ് ബോഡി ആ കുഴിയിലേക്ക് എറിഞ്ഞു. എന്നിട്ട് അതിൻ്റെ മുകളിൽ അവർ എന്ത് ചെയ്തു, മണ്ണ് നിറച്ചു. ദി ഓണർ ഓഫ് ദി ഡോഗ് ഹേർഡ് ഓഫ് ദ ഡെത്ത് ഓഫ് ഹിസ് പെറ്റ്, മോർണിംഗ് ഫോർ ഹിം ആസ് ഇഫ് ഹി ഹാഡ് ബീൻ ഹിസ് ഓൺ ചൈൽഡ് വെൻ ദ നൈറ്റ് അണ്ടർ ദ പൈൻ ട്രീ. അപ്പോൾ ആ നായയുടെ ഓണേഴ്സില്ലേ, ആ കൈൻഡ് ഓൾഡ് മാൻ അല്ലേ, അപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സങ്കടം തോന്നി. സ്വന്തം കുട്ടി മരിച്ചതുപോലെ സങ്കടപ്പെട്ട് കരഞ്ഞ് ആ രാത്രിയിൽ ആ പൈൻ ട്രീയുടെ അടുത്തേക്ക് പോയി.
He set up some bamboo tubes in the ground, such as are used before tombs, in which he put fresh flowers. അപ്പോൾ അവിടെ ഒരു വേലി പോലെ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. ആ പൈൻ ട്രീയുടെ ചുറ്റും ബാംബു ട്യൂബ്സ് മുള കൊണ്ടുണ്ടാക്കിയ ട്യൂബ്സ് ആ പൈൻ ട്രീയുടെ ചുറ്റും അദ്ദേഹം കുഴിച്ചിട്ടു. അത് കുഴിച്ചിടല്ല, അവിടെ ഇങ്ങനെ വെച്ചു. അതായത് ടോംബ് എന്ന് പറഞ്ഞാൽ എന്താ? ശവകുടീരം. ഈ ശവകുടീരങ്ങളുടെയൊക്കെ മുൻപിൽ നമ്മളൊരു വേലി പോലെ വെക്കൂലേ, അപ്പം അതുപോലെ ഈ ബാംബു ട്യൂബ്സ് അവിടെ വെച്ചു. എന്നിട്ട് എന്താ ചെയ്തത്? അതിൽ പൂക്കൾ വെച്ചു. Then he laid a cup of water and a tray of food on the grave and burned several costly sticks of incense. അപ്പോൾ അവിടെ ഒരു കപ്പ് ഒരു വാട്ടറും പിന്നെ കുറച്ച് ഫുഡും ഒക്കെ വെച്ചു. എന്നിട്ട് നല്ല മണമുള്ള ഈ ചന്ദനത്തിരി പോലെയുള്ള സ്റ്റിക്സൊക്കെ അവിടെ കത്തിച്ചു വെച്ചു. He mourned a great while over his pet, calling him many dear names as if he were alive. അപ്പോൾ അദ്ദേഹം വളരെയധികം സങ്കടപ്പെട്ടു. എന്നിട്ട് ഉറക്കെ ഇങ്ങനെ കരയാൻ തുടങ്ങി. ആ പട്ടിയുടെ വളരെ അയാൾക്ക് പ്രിയപ്പെട്ട പല പേരുകൾ, ആ പട്ടി അവിടെ മുന്നിലുള്ളതുപോലെ പല പേരുകളൊക്കെ വിളിച്ചു ഉറക്കെ കരയാൻ തുടങ്ങി. That night the spirit of the dog appeared to him in a dream and said, "Cut down the pine trees over my grave and make from it a mortar for your rice pastry and a mill for your bean sauce." അപ്പോൾ ഈ ഡോഗ് ഇയാളുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് എന്താ പറഞ്ഞത്? കട്ട് ഡൗൺ ദ പൈൻ ട്രീ ഓവർ മൈ ഗ്രേവ്. എൻ്റെ ഗ്രേവിലുള്ള ഈ പൈൻ ട്രീ നിങ്ങൾ മുറിച്ചെടുക്കണം. എന്നിട്ട് അത് വെച്ചിട്ടൊരു മോർട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ബൗള് ഉണ്ടാക്കണം. എന്തിനാണ്? റൈസ് പേസ്ട്രി, റൈസ് കേക്ക് ഉണ്ടാക്കാനുള്ള ഒരു ബൗളാക്കിയിട്ട് അതിനെ മാറ്റണം. ആൻഡ് എ മിൽ ഫോർ യുവർ ബീൻ സോസ് ഉണ്ടാക്കാനുള്ള മില്ലാക്കിയിട്ട് മാറ്റണം എന്ന് പറഞ്ഞു. So the old man chopped down the tree and cut out of the middle of the trunk a section about 2 feet long. With greater labor, partly by fire, partly by chisel, he scraped out a hollow piece as big as a small bowl. അപ്പോൾ അദ്ദേഹം പിറ്റേ ദിവസം തന്നെ മരം മുറിച്ചെടുത്തു. എന്നിട്ട് അതിനുള്ള ഒരു ട്രങ്ക്, ഒരു സെക്ഷൻ എടുത്തു. 2 feet long, 2 അടി നീളത്തിലുള്ളൊരു ട്രങ്ക് എടുത്തു. With great labor, partly by fire, partly by the chisel. ചീസൽ എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ബ്ലേഡഡ് ഹാൻഡ് ടൂളാണ്, ഒരു ടൂളാണത്. അപ്പോൾ ഈ കുറച്ചൊക്കെ ഈ ടൂള് വെച്ചിട്ടും കുറച്ച് ഫയർ ഉപയോഗിച്ചിട്ടൊക്കെ ആയിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? അതിന് ഒരു ഹോളോ പ്ലേസ്, അതായത് ഒരു ബൗളിൻ്റെ രൂപത്തിലാക്കി. ബൗൾ എങ്ങനെയാണ്? ഉൾഭാഗം കുഴിഞ്ഞിട്ടാണ് അല്ലേ? ഉൾഭാഗം ഹോളോ ആയിട്ട് കുഴിഞ്ഞിട്ടുള്ളൊരു രൂപത്തിലല്ലേ ബൗൾ ഉണ്ടാവുക. അപ്പോൾ അതുപോലെ അതിനെ അങ്ങനെയാക്കി മാറ്റി, ഒരു ബൗളിൻ്റെ രൂപത്തിലാക്കി മാറ്റി. He then made a long handled hammer of wood. അപ്പോൾ വുഡ് ഉപയോഗിച്ച്, ഈ മരം ഉപയോഗിച്ചിട്ടൊരു നീണ്ട പിടിയൊക്കെയുള്ള ഒരു നീണ്ട ഒരു ഹാമർ ഉണ്ടാക്കി. Such as is used for pounding the rice. പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ക്രഷ്, ഈ റൈസ് ക്രഷ് ചെയ്യാനുള്ള ഒരു നീണ്ട ഒരു ഹാമർ ഉണ്ടാക്കി. When New Year's time drew near, he wished to make some rice pastry. അപ്പം ന്യൂ ഇയർ അടുത്തപ്പോഴേക്കും കുറച്ച് റൈസ് പേസ്ട്രി ഉണ്ടാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. When the rice was all boiled, Granny put it into the mortar. The old man lifted his hammer to pound the mass into dough. അപ്പോൾ എന്താ ചെയ്തത്? ഈ റൈസൊക്കെ ബോയിൽ ചെയ്തു. എന്നിട്ട് ഇതിനെ ആ ബൗളിലിട്ടിട്ട് അവർ ഹാമർ ഉപയോഗിച്ച് അതിനൊരു ഡൗ ആക്കി മാറ്റുക. And the blows fell heavy and fast till the pastry was all ready for baking. അപ്പോൾ ഈ പേസ്ട്രി ഇങ്ങനെ ബേക്ക് ചെയ്യാനുള്ള രൂപത്തിലേക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു. Suddenly the whole mass turned into a heap of gold coin. പെട്ടെന്ന് എന്താ സംഭവിച്ചത്? ആ മാവ് മൊത്തം ഗോൾഡ് കോയിൻസിൻ്റെ ഗോൾഡ് കോയിൻസ് ആയിട്ട് മാറി. Then the old woman took the hand mill and filling it with beans began to grind. The gold dropped like rain. അപ്പോൾ ഹാൻഡ് മില്ല് എടുത്തു. ഹാൻഡ് മില്ല് എന്ത് പറഞ്ഞാൽ എന്താ? നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ തിരിക്കുന്ന, ഗ്രൈൻഡ് ചെയ്യാനുള്ള ഒരു ഉപകരണമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ ബീൻസൊക്കെ ഇട്ടിട്ട് അവർ അതിൽ ഗ്രൈൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്താ ചെയ്തത്? മഴ പോലെ ഗോൾഡ് അവിടെ നിന്ന് വരാൻ തുടങ്ങി.
Meanwhile, the envious neighbor peeped in at the window when he boiled beans were being ground. അപ്പോൾ ഈ envious neighbor വിൻഡോയിലൂടെ ജനവാതിലൂടെ ഒളിച്ചു നോക്കി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. "Goody me," cried the old hag, as she saw each dripping of sauce turning into yellow gold, until in a few minutes of tub under the mill was full of shining mass of gold. അപ്പോൾ ഈ നമ്മുടെ വളരെ കൈൻഡായിട്ടുള്ള ഓൾഡ് ലേഡിക്ക് വളരെയധികം സന്തോഷമാണ് തോന്നിയത്. അപ്പോൾ ഇങ്ങനെ അവർ പറഞ്ഞു എന്തൊരു ഭാഗ്യമാണ്, കാരണം എല്ലാ ഇതും മാറിയിട്ട് എന്താ ഉണ്ടായേ, ഗോൾഡ് ആയിട്ട് മാറി, എല്ലാം ഗോൾഡായിട്ട് മാറി അല്ലേ. സോ ദ ഓൾഡ് കപ്പിൾ were rich again. അവർ വീണ്ടും പണക്കാരായി. The next day, the stingy and wicked neighbor came and borrowed the mortar and magic mill. അപ്പോൾ അടുത്ത ദിവസം തന്നെ സ്റ്റിഞ്ചി എന്ന് പറഞ്ഞാൽ മിസർലി എന്ന് പറഞ്ഞാൽ എന്താ വളരെ ദുഷ്ടരായിട്ടുള്ള ആ നെയ്ബേഴ്സ് വീണ്ടും വന്നു. എന്നിട്ട് അവർ ആ മോർട്ടർ, ആ ബൗളും ആ മാജിക് മില്ലും കടം വാങ്ങി. They filled one with boiled rice and the other with beans. അവർ ഒന്ന് ബോയിൽഡ് റൈസും ഒന്ന് ബീൻസും വെച്ചിട്ട് ഫില്ല് ചെയ്തു. Then the old man began to pound and the woman began to grind. അപ്പോൾ ഒരാൾ അതിനെ പൗണ്ട് ചെയ്യാനും ഒരാൾ അതിനെ ഗ്രൈൻഡ് ചെയ്യാനും തുടങ്ങി. But at the first blow and turn, the pastry and sauce turned into a foul mass of worms. പക്ഷെ എന്താ സംഭവിച്ചത്, ആ പേസ്ട്രി മൊത്തം വേംസ് എന്ന് പറഞ്ഞാൽ എന്താ, വിരകൾ, പുഴുക്കളായിട്ട് മാറി. Still more angry at this, they chopped the mill into pieces to use as firewood. അപ്പോൾ അവർക്ക് ഗോൾഡ് കിട്ടിയോ? ഇല്ല അല്ലേ. അപ്പോൾ അവർക്ക് എന്താ ചെയ്തേ, ആ വളരെ ദുഷ്ടരായിട്ടുള്ള അത്യാഗ്രഹികളായിട്ടുള്ള ഓൾഡ് കപ്പിളിന് വളരെ ദേഷ്യം വന്നു. അപ്പോൾ എന്താ ചെയ്തേ, ആ മാജിക് മിൽ അവരെന്താ ചെയ്തേ, മുറിച്ച് കളഞ്ഞു. അത് ചോപ്പ് ദ മിൽ ഇൻ ടു പീസസ്, അവർ പീസസ് ആയിട്ട് അത് മുറിച്ച് കളഞ്ഞു. എന്നിട്ട് അവരത് ഫയർവുഡായിട്ട് യൂസ് ചെയ്തു. ഫയർവുഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ തീയൊക്കെ കത്തിക്കില്ലേ, അങ്ങനെ വിറകില്ലേ, അങ്ങനെ വിറകാക്കിയിട്ട് യൂസ് ചെയ്തു അവർ. അതിന് വേണ്ടിയിട്ട് അവരതിനെ മുറിച്ച് കളഞ്ഞു. Now we have completed the first part of the story. We can stop it here. The next part we can do in the next class. Now we can do the comprehension check. So there are two questions. You have to answer the two questions. First one, why did the neighbors kill the dog? എന്തുകൊണ്ടാണ് നെയ്ബേഴ്സ് ആ നായയെ കൊന്നത്? സെക്കൻഡ് വൺ, മാർക്ക് ദ റൈറ്റ് ഐറ്റം. അപ്പോൾ ഇവിടെ കുറച്ച് 3 സെൻറ്റൻസസും കുറച്ച് ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ സെൻറ്റൻസസ് വായിച്ചിട്ട് അതിന് കറക്റ്റായിട്ടുള്ള ഐറ്റം കണ്ടുപിടിച്ച് അത് മാർക്ക് ചെയ്യാണ് വേണ്ടത്. അതൊരു ടിക്ക് കൊടുത്താൽ മതി. ഓക്കെ, നമുക്ക് ആ സെൻറ്റൻസസ് വായിച്ചു നോക്കാം. ഫസ്റ്റ് വൺ, ദ ഓൾഡ് ഫാർമർ ആൻഡ് ഹിസ് വൈഫ് ലവ് ദ ഡോഗ്. അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് നിങ്ങൾ താഴെ നിന്ന് ഓപ്ഷൻസിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്. സെക്കൻഡ് സെൻറ്റൻസ്, when the old couple became rich, they dash. Third one, the greedy couple borrowed the mill and the mortar to make dash. Now please do the homeworks and send them to me. See you in the next class.